സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തു യാസീനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 11ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ സംബന്ധിച്ച് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും അതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ അല്ലാഹു സത്യം ചെയ്ത് പറയുകയുമാണ് ചെയ്തത്. തൻസീലൽ അസീസിർ റഹീം, ഈ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത് എവിടെ നിന്നാണ്? തൻസീലൽ അസീസിർ റഹീം, അസീസും റഹീമുമായ അല്ലാഹുവിൽ നിന്നാണ്. തൻസീലൽ അസീസ്, അല്ലാഹു എല്ലാറ്റിനും അധികാരമുള്ളവനാണ്, അജയ്യനാണ്, എല്ലാ അർത്ഥത്തിലും ഉന്നതനാണ്. അപ്പൊ ഇവിടെ അസീസ് എന്ന് പറഞ്ഞു അല്ലാഹു തആല. അസീസ് എന്ന് പറയാനുള്ള കാരണം, വിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ അംഗീകരിക്കണം. ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇവിടെ ഖുർആനിനെ അംഗീകരിക്കണമെന്ന് മാത്രമല്ല, അംഗീകരിച്ചവർ വിജയിച്ചു എന്നും മാത്രമല്ല, അംഗീകരിച്ചവരെ മാത്രം അങ്ങ് വിജയിപ്പിക്കുകയും അല്ലാത്തവർക്ക് തോന്നിയ രീതിയിൽ നടക്കാമെന്നും അർത്ഥമില്ല. അതുകൊണ്ടാണ് അസീസ്, അംഗീകരിക്കാത്തവരെ പിടിച്ച് കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് തോന്നിയവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർ തോന്നിയതുപോലെ നടക്കാം എന്നുള്ള ധ്വനി ഇതിൽ നിന്നില്ല. തൻസീലൽ അസീസ്, ഇതിറക്കിയതാരാണ്? നിങ്ങളെ എല്ലാ അർത്ഥത്തിലും കൈകാര്യം ചെയ്യാൻ കൃത്യമായ അധികാരമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ തൻസീലൽ അസീസ്, അതിനോട് ചേർത്ത് അല്ലാഹു തആല തൻസീലൽ അസീസിർ റഹീം, റഹീം എന്നും പറഞ്ഞു. അല്ലാഹു തആല കാരുണ്യമുള്ളവനാണ്, നിങ്ങളോട് കരുണ ചെയ്യുന്നവനുമാണ്. എന്തേ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരവും തൊട്ടടുത്ത് തന്നെ റഹീം എന്നും ചേർത്ത് പറയാനുള്ള കാരണം എന്താണ്? അസീസ് എന്ന് കേട്ട് അല്ലാഹു തആല ഖുർആനിനെ അംഗീകരിക്കാതെ ഒരു തെറ്റ് ചെയ്ത ഒരാൾ, അയാളെ ശിക്ഷിക്കാനുള്ള അധികാരം കൂടെ ഉള്ളവനാണ് എന്ന് കേൾക്കുമ്പോൾ, ആരെങ്കിലും ഒരാൾ ഒരു പ്രാവശ്യമൊക്കെ ഖുർആനിനെ അംഗീകരിക്കാതെ ധിക്കരിച്ച് നടന്നവൻ, ഏതായാലും ഞാൻ ധിക്കരിച്ചു പോയല്ലോ, ഇനി എനിക്ക് ശിക്ഷ ഉറപ്പാണ്, ഇനി എനിക്ക് വിജയമില്ല എന്ന് വിചാരിച്ചാരും പോകണ്ട. അസീസിർ റഹീം, അല്ലാഹു തആല കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ അബദ്ധവശാൽ അല്ലെങ്കിൽ അദ്ദേഹം കരുതി വെച്ചുകൊണ്ട് തന്നെ ഒരു തെറ്റിലേക്ക് പോയി, പിന്നീട് അള്ളാഹുവിന്റെ അടുക്കൽ മഗ്ഫിറത്തിനെ ചോദിച്ചാൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നതാണ്, കാരണം റഹീമാണ്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പ്രതീക്ഷ വകവെച്ചു കൊടുക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ ഈ അസീസ് റഹീം എന്നതിനെ നമ്മൾ വിശദീകരിച്ചാൽ, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ബൈനൽ ഖൗഫി വർ-റജാ, പ്രതീക്ഷയുടെ ഭയത്തിന്റെ രണ്ടിന്റെയും ഇടയിലാണ് അവന്റെ ജീവിതം വേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതാണ് അസീസ് എന്ന് പറയുമ്പോൾ, പടച്ചവനെതിരെ നിന്നാൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, അവിടെ ഖൗഫ് വേണം. എന്നാൽ റഹീം എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ ആ കാരുണ്യം എനിക്ക് ലഭിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ വേണം. അതുകൊണ്ട് ഖൗഫ് റജാഇന്റെ ഇടയിലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം വേണ്ടത് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അല്ലാഹു തആല ഇവിടെയുള്ള ജനങ്ങളെ മുഴുവനും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയും
ഒരാളെ മാത്രം അല്ലാഹു ബാക്കിയാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പേടിക്കുകയാണ്. ആ ബാക്കിയാകുകയും നരകത്തിലേക്ക് ഒരാളെ മാത്രം ഇടും, ആ ഒരാള് ഞാനായി പോകുമോ എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പേടിക്കുകയാണ്. ഖൗഫ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ അഭിപ്രായത്തിൽ. കാരണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പോരാടിയ മഹാനാണ്. എല്ലാ അർത്ഥത്തിലും ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ എന്റെ താഴെയാണല്ലോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരൊക്കെ ഉള്ളത് എന്നെങ്കിലും ചിന്തിക്കാമായിരുന്നു. പക്ഷേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, പഠിച്ചവനെ, ആ ഒരാൾ നരകത്തിലേക്ക് ഇടുന്ന ഒരാൾ അത് ഞാനായി പോകുമോ എന്നാണ്. നേരെ തിരിച്ചും പറയുന്നുണ്ട്. അല്ലാഹു തആല ഇവിടെയുള്ള എല്ലാ ആളുകളെയും നരകത്തിലേക്ക് ഇട്ടു, ഒരാളെ മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിടെയും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നു, പ്രതീക്ഷയാണ്, റജാ. അല്ലാഹു തആല ആ ഒരാൾ എന്നെയാക്കിയാലോ അവിടെയും മേലോട്ട് ചിന്തിക്കാം, റസൂലുള്ള പോകാത്ത സ്വർഗമില്ല. പക്ഷേ എന്നാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഖൗഫ് റജാഇന്റെ ഇടയിലാണ്. അതുകൊണ്ടാണ് സൂറത്തു യാസീനിൽ തൻസീലൽ അസീസിർ റഹീം, വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഖൗഫ് വേണം, അല്ലാഹുവിനെ ഭയം വേണം, അല്ലാഹുവിലുള്ള വലിയ പ്രതീക്ഷയും വേണമെന്നാണ്. എന്നിട്ട് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്, ഈ ഖുർആനിനെ, ഇങ്ങനെയുള്ള ഖുർആനിനെ എന്തിനു വേണ്ടിയാണ് അവതരിപ്പിച്ചത് എന്നാണ്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. എന്തിനു വേണ്ടിയാണ് ഖുർആൻ അല്ലാഹു ഇറക്കിയത്? ലിതുൻദിറ ഖൗമൻ, ഒരു വിഭാഗത്തിന് അല്ലാഹു തആല താക്കീത് നൽകാനാണ് ഖുർആൻ ഇറക്കിയത്. ആരാണ് ആ വിഭാഗം? മാ ഉൻദിറ ആബാഉഹും, അവരുടെ ബാപ്പമാര് വല്യാപ്പമാര്, അവർക്കൊന്നും താക്കീദിന്റെ സന്ദേശം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹം, ഈ ഉമ്മത്ത് കടന്നു വരുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി വരുന്നതിന് മുമ്പ്, അതിന് മുമ്പ് വന്ന പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഒരു ഇടവേള വന്നിട്ടുണ്ട്. പ്രവാചകന്മാര് കുറച്ചു കാലത്തേക്ക് ആരുമില്ലാതെ ഇരുന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെ പേരാണ് ഫത്രത്തിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തെ സൂചിപ്പിച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. ആ വിഭാഗത്തിന്റെ മുമ്പുള്ള ഉപ്പമാര് വല്യാപ്പമാര്, അവർക്കൊന്നും ഒരു പ്രവാചകന്റെ താക്കീത് നേരിട്ട് ഏറ്റുവാങ്ങാൻ കഴിയാത്തവരാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളല്ലേ. അതുകൊണ്ട് തങ്ങളുടെ വല്യാപ്പമാര് അവർക്ക് അങ്ങോട്ട് അവരും ഇതുപോലെ ഇതിൽ പെട്ടതാണോ എന്ന് അല്ല എന്ന് ഇമാമിങ്ങൾ തീർത്ത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പരമ്പര പരിശുദ്ധമാണ്. അവിടെ കളങ്കങ്ങളില്ലായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രവാചകന്മാരിൽ നിന്നുള്ള കേട്ടുകേൾവി അനുസരിച്ച് പരമ്പരാഗതമായി കൈകാര്യം ചെയ്തു പോന്നിരുന്ന ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള സമുദായം ആമായിട്ട് നോക്കുമ്പോൾ വ്യാപകമായി അതിനു മുമ്പ് അടുത്ത കാലത്തൊന്നും ഒരു പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇടവേള വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളെല്ലാം താന്തോന്നികളായി മാറിയിട്ടുണ്ട്. അവർ അനാവശ്യങ്ങളിൽ മാത്രം ഉറച്ചു നിന്നവരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ആർക്കാണ് ഈ ഖുർആൻ ഇറക്കുന്നത്, എന്തിനാണ്? ലിതുൻദിറ ഖൗമൻ, ഒരു വിഭാഗം ആളുകളോട് താക്കീത് അറിയിക്കാനാണ്. നിങ്ങൾ തോന്നിവാസം ചെയ്യരുത്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ അപകടമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ആ വിഭാഗം ആരാണ്?
അവർക്കോ സംസ്കാരമില്ല. എന്നാൽ അവർ വാപ്പമാർക്കോ വാപ്പയുടെ വാപ്പമാർക്കോ ആർക്കും തന്നെ ഒരു പ്രവാചകന്റെ താക്കീത് ഇതിനടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും മതപ്പതിച്ച ഒരു വിഭാഗത്തോട് താക്കീത് നൽകാനാണ് വിശുദ്ധ ഖുർആൻ വരുന്നത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഖുർആൻ തന്നെ പറഞ്ഞു അവരെങ്ങനെയാണ്. ഫഹും ഗാഫിലൂൻ, അവർ ഈമാനികമായി സന്മാർഗപരമായി അശ്രദ്ധവാന്മാരാണ്. അവർക്ക് നന്മ എന്ത് എന്ന് തിരിച്ചറിയാത്തവരാണ്. അങ്ങനെ അശ്രദ്ധയിലായി പോയ ഒരു വിഭാഗം, അവർക്ക് താക്കീത് നൽകാനാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളുകൾ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വിശുദ്ധമാണ് ഖുർആൻ. ആ ഖുർആൻ എത്തിയ കരങ്ങളും പരിശുദ്ധമാണ്. ഖുർആൻ പരിശുദ്ധിയുള്ളതാണ്. ആ ഖുർആൻ ഇറക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളും പരിശുദ്ധമാണ്. എന്നാൽ ആ ഖുർആനിലെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നവരടുത്ത് നിന്ന് എല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഈ ആയത്തിന്ന് വായിച്ചപ്പോ അതിന്റെ തഫ്സീറുകൾ, പല തഫ്സീറുകളും വായിച്ചു നോക്കിയപ്പോ എനിക്ക് തോന്നി ഇത് എന്നോട് ഇങ്ങനെ പറയാണോ. നമ്മൾ വിചാരിക്കും ഇയാൾക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് അല്ലെ. എത്ര ക്ലാസ് എടുത്തു കൊടുത്തിട്ടും എത്ര ഒരു കാര്യം അയാളെ തെറ്റിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളോട് നേരിട്ട് പറയാൻ വല്ല പ്രയാസം ഉണ്ടെങ്കിൽ അയാളിരിക്കുന്ന സദസ്സിൽ അയാളെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലെങ്കിൽ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. എന്നിട്ടും ഇയാൾ തിരുത്തുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ഒക്കെ ആലോചിച്ച് പോകാറുണ്ട്. ഇന്ന് ഇതിന്റെ തഫ്സീറുകൾ ഇങ്ങനെ പരതിയപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് എന്നോട് വിളിച്ചു പറയുന്നത് പോലെ സമാധാനം കൊണ്ട് പഠിച്ചവനെ ഖുർആൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, തങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ പരിശുദ്ധം, കളങ്കങ്ങളില്ല. ആ ഖുർആൻ എത്തിയ കരം പരിശുദ്ധം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ പടച്ച റബ്ബ് പറയാണ്, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ഭൂരിപക്ഷം കാഫിറായിരിക്കും, ന്യൂനപക്ഷമേ നല്ലവരുള്ളൂ. ഭൂരിപക്ഷം കാഫിറാൻ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. പറയാൻ നമ്മൾ ചെന്ന് പറയുന്നത് മുഴുവനും ആളുകൾ അക്സെപ്റ്റ് ചെയ്തു കൊള്ളണമെന്നില്ല. പറഞ്ഞത് നമ്മെ കേൾക്കാൻ, നല്ലതിനെ കേൾക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അധികം ആളുകളും പിഴച്ച വഴിയിൽ പോകുന്നവരാണ്. അതുകൊണ്ട് നബിയേ, തങ്ങൾ പരിശുദ്ധമാണ്, തങ്ങളുടെ കയ്യിലുള്ള ഖുർആന് പരിശുദ്ധമാണ് എന്ന് വെച്ചിട്ട് കേൾക്കുന്ന ആളുകൾ മുഴുവനും പരിശുദ്ധി ആർജിച്ചു കൊള്ളണമെന്നില്ല നബിയേ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇനി ആ വിശ്വസിക്കാത്ത ആളുകളില്ലേ, അവരെ കുറിച്ച് അല്ലാഹു പറയാണ്, ഈമാൻ കൊള്ളാത്ത ആളുകൾ, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ആ വിശ്വസിക്കാത്ത ആളുകളെ അല്ലാഹു ചെയ്യുന്നത് എന്താണ്? ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ആ വിശ്വസിക്കാത്ത ആളുകളുടെ പിരടിയിൽ അല്ലാഹു തആല ഒരു ലോക്ക് ചെയ്യാണ്. അല്ലാഹു തആല അവരുടെ പിരടിയിൽ ഒരു ലോക്ക് ഇടുന്നു. നല്ല സന്ദേശം ആവർത്തിച്ച് മുമ്പോട്ട് വന്നപ്പോഴും അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കാത്ത വിഭാഗം, അവരുടെ പിരടിയിൽ അല്ലാഹു ലോക്കിടുന്നു. അതിന്റെ രൂപമാണ് ഖുർആൻ ചുരുക്കി പറഞ്ഞത്, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം മഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ആ ലോക്ക് അവരുടെ കൈകളെ കൊണ്ട് തന്നെയാണ്, അവരുടെ താടിയലിന്റെ കൂടി വരുന്ന ഭാഗത്തേക്ക്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാന്മാര് വിശദീകരിച്ചതാ, ഈ ഒരു രീതിയിൽ ലോക്ക് നമ്മളിങ്ങനെ വന്നിട്ട് നമ്മളെ കൈ ഇങ്ങനെ പെടലിയിലേക്ക് ലോക്കാക്കിയാൽ ഒരു മനുഷ്യന് ഇടത്തും കാണാൻ കഴിയില്ല, വലത്തും കാണാൻ കഴിയില്ല, നല്ല പോലെ മുമ്പോട്ട് താഴോട്ട് കാണാൻ കഴിയില്ല, ബാക്കോട്ട് നോക്കാൻ കഴിയില്ല. അവനിങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാൻ മാത്രമേ പറ്റൂ. ലോക്ക് ചെയ്തു. അതാണ് ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ ആ താല്പര്യം. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു തആല ലോക്ക് ചെയ്ത് കളയും. എന്നിട്ടോ ഫഹും മുഖ്മഹൂൻ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു,
അവരുടെ തല ഉയർന്ന ഭാഗത്തേക്ക് അവർക്ക് മേൽപോട്ട് മാത്രമേ നോക്കാനാകൂ. മുമ്പിലുള്ളത് നേരെ മുമ്പിലുള്ളത് കാണാൻ പറ്റൂല, വലതുവശത്തുള്ളത് കാണാൻ പറ്റൂല, ഇടതുവശത്തുള്ളത് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അവന് സത്യത്തിന്റെ മുമ്പിൽ അവനെ മറയിട്ട് കളഞ്ഞിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ കുറച്ച് പ്രാവശ്യമൊക്കെ അല്ലാഹു തആല നമുക്ക് ഹിദായത്തിന്റെ വഴികൾ അതിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മടങ്ങാൻ കുറച്ച് പണിയുണ്ടാവും. അടുത്ത ആയത്തിൽ ഇത് പറയുന്നുണ്ട്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവന്റെ മുൻവശത്ത് അവന്റെ വശങ്ങളിൽ അല്ലാഹു തആല മതിലുകളെ സൃഷ്ടിച്ചിരിക്കുന്നു, മറയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ആത്മീയമായ തഫ്സീർ വിശദീകരണം നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ്? വിശ്വാസത്തിലേക്ക് വിശ്വാസം നമ്മുടെ മുമ്പിലുണ്ട്, ആദർശം നമ്മുടെ മുമ്പിലുണ്ട്, ശറഈയായ നിയമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മൾക്കതിലേക്ക് കടക്കാൻ പ്രയാസം. ദുനിയാവിലെ ചിലപ്പോൾ നമ്മുടെ ചില സുഖാഡംബരങ്ങളെ അത് തടഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇസ്ലാം പറഞ്ഞ റൂട്ടിലേക്ക് കടക്കുമ്പോ അവിടെ നമ്മുടെ മുമ്പിൽ നമ്മുടെ കച്ചവടം തടവിലാണ്, നമ്മുടെ വിദ്യാഭ്യാസം തടയുകയാണ്, നമ്മുടെ സംസ്കാരം തടഞ്ഞു വെക്കുകയാണ്. പലിശ ബന്ധപ്പെടാത്ത കൈകാര്യങ്ങൾ, ക്രയവിക്രയങ്ങളില്ലാതെ ജീവിക്കാൻ ഇന്ന് പ്രയാസമാണ്. പലിശയുമായി ടച്ച് ചെയ്താലോ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി നടക്കുന്നുണ്ട്. വീട് പണി നടക്കുന്നു, ലോൺ എടുക്കണം, വാഹനമെടുക്കുന്നു, ലോൺ എടുക്കണം. ഇങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ലോണിലേക്ക് പോകുന്നു. അതാണ് വലത്തോട്ട് നോക്കിയപ്പോ നിയമം പറയുന്നു, ഇസ്ലാം പറയുന്നു, പോകരുത്, ലോൺ എടുക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്. ആ ഇസ്ലാമുമായി കടന്നു പോയാൽ ഇവിടെ ജീവിതത്തിനൊരു മറയാണ്, ജീവിതത്തിന് തടസ്സമുണ്ട്. എനിക്കിപ്പോ പെട്ടെന്ന് വീടുണ്ടാകൂല. അതുകൊണ്ട് അല്ലാഹു തആല അത്തരം നിയമങ്ങൾ വെച്ച് നന്മയിലേക്ക് പോകുന്ന ഒരുത്തന്റെ മുമ്പിൽ സദ് നിർമ്മിച്ചിരിക്കുന്നു, മതിലിട്ട് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈമാനുള്ളവരാകണം. നന്മയെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹം, ത്വര നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിലേക്ക് വിട്ടുപോകുന്നവരാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തിന് പല അർത്ഥങ്ങളും നമുക്ക് വെക്കാനാകും. എന്താണ്? ശത്രുക്കളുടെ കണ്ണിൽ പൊടിയിടാനാകും നമുക്ക്. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കത് എന്റെ മുജറബാത്തിൽപ്പെട്ടൊരു സംഗതിയും കൂടിയാണ്. ഈ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഈ ആയത്ത് അല്ലാഹു തആല അവരുടെ കണ്ണിനെ, കാഴ്ചകളെ തടഞ്ഞു വെച്ച് അവരതുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അവർക്ക് കാണാൻ കഴിയില്ല, സത്യത്തെ കാണാൻ കഴിയില്ല എന്നാണ് ഈ ആയത്ത്. ഇവിടെ പലപ്പോഴും നമ്മൾ പല ചെക്കിങ്ങിലോ മറ്റോ ഒക്കെ പെടുന്ന സമയത്ത് നമ്മൾ തെറ്റിന് ഒരു കിലോ സ്വർണം കടത്തുന്ന സമയത്തല്ലേ ഈ പറയുന്നത് കേട്ടോ. നമ്മള് ഇതിൽ കുടുങ്ങി കുറെ സമയം പോകും, മറ്റിടങ്ങാറാകും എന്ന് തോന്നുന്ന സമയങ്ങളിൽ പല ഒരു വാഹനത്തിൽ പോകാണ്, ചെക്കിങ് ഉണ്ട്, അവിടെ കുടുങ്ങിയ നമ്മളെ സമയം നഷ്ടപ്പെടും. നമ്മൾക്ക് എല്ലാ പേപ്പറും റെഡിയാണ്, പക്ഷെ സമയം ഒരുപാട് നഷ്ടപ്പെടും. ഓദിക്കോ, ഒരു മനുഷ്യനും കഴിയാണ്ടില്ല. ഇത് എന്നോട് വേറെ ആള് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇത് പറ്റിയിട്ടുണ്ട്, നമ്മളെവിടെയും സ്വീപ്പായിട്ടില്ല. അപ്പൊ ഇത് ആയത്ത്, അത് വിശ്വാസത്തോടെ ഓതണം എന്നർത്ഥത്തിലും ഇതിനെ കാണാം. പല അർത്ഥങ്ങളും ഇതിന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും കളവിന് കൂട്ടിക്കൂലോട്ട് ആയത്ത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെയുള്ള വിഭാഗം, അള്ളാഹുവിനെ അനുസരിക്കാത്ത ആ അള്ളാഹു ലോക്ക് ചെയ്ത വിഭാഗം, അവർ കാണൂല, നന്മ കാണൂല, അവര് നന്മ കേൾക്കുകയും ചെയ്യില്ല. നിങ്ങൾ നോക്കൂ, സൂറത്തു സ്വാദിന്റെ 85-ാമത്തെ ആയത്തിലേക്ക് ലാ യുബ്സിറൂൻ എന്ന വാക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ആയത്തിന്റെ ചെറിയ ശകലം നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഈ സൂറത്ത് തുടങ്ങുമ്പോ പറഞ്ഞു, സൂറത്തുൽ ഖൽബ്, ഹൃദയം എന്നീ സൂറത്തിന് പേര് വരാനുള്ള കാരണം ഹൃദയത്തിന്റെ ദൗത്യം ഈ സൂറത്ത് നിർവഹിക്കുന്നുണ്ട്. രക്തം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നത് പോലെ ഈ സൂറത്തിലെ ആയത്തിന്റെ ശകലങ്ങൾ ഖുർആനിന്റെ മറ്റു വശങ്ങളിലുള്ള വിശാല അർത്ഥങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു ഉദാഹരണമാണ്. ഫഹും ലാ യുബ്സിറൂൻ, അവര് കാണാത്ത, അതേ നന്മയെ കാണാത്ത രീതിയിൽ അല്ലാഹ് അവരെ പൊതിഞ്ഞു കളയുമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒരു വിശദീകരണമാണ് അല്ലാഹ് പറയുന്നത് സൂറത്ത് സ്വാദിന്റെ 85-ാമത്തെ ആയത്ത്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. നരകത്തിൽ അല്ലാഹു തആല കുറെ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അതിലതാ ജിന്നുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. അവരെങ്ങനെയാണ്? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ടായിരുന്നു. ലാ യഫ്ഖഹൂന ബിഹാ, അവരാ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിച്ചിട്ടില്ല. വലഹും അഅ്യുൻ, അവർക്ക് കണ്ണുകളുണ്ടായിരുന്നു. പക്ഷേ ലാ യുബ്സിറൂന ബിഹാ, ആ കണ്ണുകളെ കൊണ്ട് നോക്കേണ്ടതും കാണേണ്ടതും അവരെ നോക്കിയിട്ടും കണ്ടിട്ടുമില്ല. വലഹും ആദാനുൻ, അവർക്ക് കാതുകളുണ്ടായിരുന്നു. ലാ യസ്മഊന ബിഹാ, അവരതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവരാണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞത് കേട്ടിട്ടില്ല, അല്ലാഹ് പറഞ്ഞത് കണ്ടിട്ടില്ല, അല്ലാഹ് പറഞ്ഞത് ചിന്തിച്ചിട്ടില്ല. നേരെ ഉൾട്ടയാണ് എല്ലാം ചെയ്തത്. അവരെ കുറിച്ച് അല്ലാഹ് തന്നെ പറയുന്നു, ഉലൈക, ഈ പറഞ്ഞ വിഭാഗം ആളുകളില്ലേ, കൽ അൻആം, മൃഗങ്ങളെ പോലെയാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗത്ത് അല്ലാഹ് പറയാണ്, ബൽ എന്നല്ല, മൃഗങ്ങളെ പറ്റി മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞാലും പോരാ, ബൽ എന്ന് മാത്രമല്ല, ഹും അളൽ, ആ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു പോയവരാണവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, ആ വിഭാഗം അശ്രദ്ധവാന്മാരാണ്. മുഅ്മിനീങ്ങളെ, മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞു വെച്ചതാണ്. മനുഷ്യൻ മനുഷ്യത്വം മറന്നു പോകുന്ന കാലം വരാനുണ്ട്. ഉലൈക കല്ലനാം, അവൻ മൃഗത്തെ പോലെയായി മാറും, മൃഗങ്ങളെ പോലെയായി മാറും. ബൽഹും അളൽ, എന്നല്ല, അതിലേക്കാൾ തതപ്പതിച്ചു പോകും മനുഷ്യൻ. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ചൊവ്വാഴ്ച അതേ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോ ആ ദുരന്തത്തിൽപ്പെട്ട ഒരു കുടുംബം, ഒരമ്മ മീഡിയയോട് പറയുന്ന, ഞങ്ങൾ വീട് തകരാനിരിക്കുമ്പോ ഞങ്ങൾ രാത്രിയിൽ ഓടി പുഴ കടന്ന് കാട്ടിലേക്ക് കയറി ചെന്നപ്പോ ഒരു കൊമ്പനാനയുടെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് പെട്ടുപോയി. അതേ, ഞങ്ങളെ സങ്കടം മുഴുവനും അങ്ങ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളിപ്പോ വരുന്നത് വലിയ ഒരു അപകടത്തിൽ നിന്ന് ജീവനും കൊണ്ടോടി വന്നതാണ്, നീ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ആ അമ്മ പറയുന്നു, കൊമ്പനാനയുടെ 2 കണ്ണിൽ നിന്നും കണ്ണുനീരൊലിച്ചു. നേരം പുലരുവോളം പൊരിമഴയത്ത് ആ ആനയുടെ കാൽച്ചുവട്ടിൽ ഞങ്ങൾ കിടന്നു. 6 മണിക്ക് രക്ഷാപ്രവർത്തകരെത്തുന്നത് വരെ ഞങ്ങൾ അവിടെ കിടന്നപ്പോഴും ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. ആനയുടെ മനസ്സിനകത്ത് മനുഷ്യനുണ്ട്, മനുഷ്യന്റെ മനസ്സിനകത്ത് ആനയുണ്ടായെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ കർണാടകയിലെ ശിരൂരിൽ അർജുനടക്കമുള്ളവർ നഷ്ടപ്പെട്ടു പോയ ആ ദുരന്തത്തിൽ 2 നായകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞു നടക്കുകയാണ്. അവിടെ ഹോട്ടൽ നടത്തിയ സഹോദരൻ ഭക്ഷണം കൊടുത്തിരുന്ന നായകളാണ്. അതിലൊന്നിന്റെ കയ്യിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. JCB മാന്തിക്കൊണ്ടിരിക്കുമ്പോ നായ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ആ പട്ടി ഓടി വരുന്നു, എന്റെ യജമാനൻ എവിടെയുണ്ടോ? ഇല്ല എന്ന് കാണുമ്പോൾ ഇങ്ങോട്ടോടുന്നു, ഇങ്ങനെ പരക്കം പായുന്നു. എന്നാൽ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോ നമ്മുടെ നാട്ടിൽ 2 കാലിൽ നടക്കുന്ന ചില നാക്കാലികൾ മീഡിയകളുടെ മുമ്പിൽ വെച്ച് ആ ദുരന്തത്തെ പരിഹസിച്ചവരില്ലേ, അവരുടെ മനസ്സിൽ ആ പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോവുകയാണ്. പട്ടിയുടെ മനസ്സിൽ മനുഷ്യൻ വന്നു, ആനയുടെ മനസ്സിൽ മനുഷ്യൻ വന്നു. എന്നാൽ മനുഷ്യന്റെ മനസ്സിൽ ഈ ആനയും പട്ടിയും വന്നുപോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കാലഘട്ടം. ഇതാണ് ഖുർആൻ നേരത്തെ പറഞ്ഞത്, ഉലൈക കല്ലനാം, മൃഗങ്ങളെ പോലെയാണ് അവർ. ബൽഹും അളൽ, അല്ലാഹ് പറഞ്ഞതിന്റെ ഉദാഹരണമാണ് നീ കാലികമായി ഞാൻ കാണിച്ചത്. മൃഗങ്ങളെ പോലെ എന്നല്ല, അതിലേക്കാൾ അതപ്പതിച്ചു പോയവരാണവർ. കണ്ടോ നിങ്ങൾ? വിശുദ്ധ ഖുർആൻ പറയുന്നു, അപ്പോൾ മനുഷ്യനേക്കാൾ
ഇനി അതപ്പതിച്ചവൻ വേറെയുണ്ടോ എന്ന് അന്വേഷിക്കാനില്ല. അങ്ങനെയായി മനുഷ്യർ. അല്ലാഹു തആല കൂട്ടരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണേണ്ടത് കാണുന്നില്ല, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയേ, ഇങ്ങനെ പറഞ്ഞത് കേൾക്കാത്ത വിഭാഗം ആളുകളില്ലേ, അവരോട് വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയെ, അങ്ങ് താക്കീത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് കണക്കാണ്. അവരോട് എന്ത് പറഞ്ഞാലും സമമാണ്. അവർക്കൊരു നിലപാടുണ്ട്, അതിലെ അവർ നീങ്ങോ. അവരോട് പറഞ്ഞിട്ട് ഫലം ചെയ്യുന്നില്ല, അതിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല. വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നിങ്ങൾ പറഞ്ഞാലും അവർക്ക് കണക്കാണ്, നെവർ മൈൻഡാണ്. പറഞ്ഞിട്ടില്ലെങ്കിലും നെവർ മൈൻഡാണ്, അവർ നന്നാകാൻ പോകുന്നില്ല. ഞാൻ ഓർത്തത് ഇങ്ങനെ ഇന്നും നമ്മൾ ചില ആളുകളൊക്കെ കാണുന്നില്ലേ, എത്ര പറഞ്ഞാലും എങ്ങനെ. തുടർന്ന് ആയത്തും കൂടെ ഓതുമ്പോഴാണ് നമുക്കതിന്റെ വലിയ വിശാലാർത്ഥത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത്. ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. ഇവിടെ ഈ ആയത്തിൽ ചില വിശദീകരണങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ ഈ ആയത്തും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ. നബിയെ, ഇനി ആ താക്കീതുകൾ ഏറ്റുപിടിക്കുന്നവരാരാണ്? അങ്ങയുടെ ഉപദേശങ്ങൾ കേൾക്കേണ്ട ആളുകളുണ്ട്. അവരാരാണ്? അവർക്ക് രണ്ട് നിബന്ധനകളാണുള്ളത്. ആരാണ് അവർ? മനിത്തബഅ الذിക്റ വഖശിയ الرحمن. രണ്ട് നിബന്ധന. മനിത്തബഅ الذിക്റ, ഒന്നാമത്തെ നിബന്ധന അതാണ്. ഉത്ബോധനത്തെ പിന്തുടരണം, വിശുദ്ധ ഖുർആനിനെ പിന്തുടരണം എന്നൊരു മാന തഫ്സീറു ജലാലൈനി അടക്കമുള്ളത് പറഞ്ഞത് ഖുർആനിനെ കുറിച്ചാണ്. അപ്പൊ ഖുർആൻ പിന്തുടരണം. മറ്റൊരർത്ഥത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു മനിത്തബഅ الذിക്റ, ഉത്ബോധനങ്ങളെ നമ്മൾ പിന്തുടരണം. ഈ കാലഘട്ടത്തേക്ക് ഞാനത് ചേർത്തി വായിക്കുക. ഉത്ബോധനം, വിഷയങ്ങൾ പഠിക്കാൻ, മതത്തെ പഠിക്കാൻ, മസ്അലകളെ പഠിക്കാൻ ക്ലാസ്സുകൾ വേണം, പ്രഭാഷണങ്ങൾ വേണം, വഅളുകൾ വേണം. പക്ഷെ നമുക്ക് സമയമല്ല, കേൾക്കാൻ സമയമല്ല. ഒരുക്കാനും നമ്മൾ തയ്യാറല്ല, കേൾക്കാനും തയ്യാറല്ല. ഇവിടെയാണ് ഒന്നാമത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു മനിത്തബഅ الذിക്റ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ലിതുൻദിറ. ആർക്കാണ് നബിയെ? ഈ ഖുർആനിനെ, വിശുദ്ധ ഖുർആനിനെ. ഇന്നമാ തുൻദിറു, ആരിലേക്കാണ്? അവരിലേക്ക് ഇത് ഏൽക്കുകയുള്ളൂ. ഏൽക്കുന്ന വിഭാഗമാരാണ് മനിത്തബഅ الذിക്റ. ഖുർആനിനെ അംഗീകരിക്കുന്നവർ, ആ വിശുദ്ധ ഖുർആനിനെ പറയുന്നവർ. അത് പറയാൻ വേണ്ടിയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കണം. അതുണ്ടെങ്കിൽ അത് കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അവർക്കാണ് അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലേക്ക് കയറുകയുള്ളൂ. അപ്പൊ എന്ത് വേണം? നമ്മൾക്ക് ഇന്ന് ഒരു മജ്ലിസ് ഉണ്ട് എന്ന് പറഞ്ഞാലും അവിടെ പോകാനും ഇരിക്കാനും നേരമില്ല, അല്ലെ? വേറെ എന്തൊക്കെയോ മജ്ലിസുകൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഒരു മജ്ലിസ്, വിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതിന് സമയമല്ല. അപ്പൊ ഒന്നാമത് ഒരു മനുഷ്യന് നന്നാകണമെന്നുണ്ടെങ്കിൽ മനിത്തബഅ الذിക്റ, അവൻ ഇതിലൊക്കെ പങ്കെടുക്കാൻ തയ്യാറാകണം ആദ്യം. രണ്ടാമത്തത് എന്താണ്? വഖശിയ الرحمن. വെറുതെ ഇങ്ങനെ വയലേട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഖശിയ الرحمن, അള്ളാഹിനെ ഭയക്കും വേണം. പടച്ചോനെ ഭയമില്ലാതെ കുറെ വയലേട്ട് എന്താ കാര്യം? വയത് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിൽ നിന്ന് മനസ്സിലേക്കാകണം നസീഹത്തുകൾ, അല്ലെങ്കിൽ കാര്യമല്ല. ഒരാൾ കുറെ ഞാനിപ്പോ അവിടെ ഇരുന്നില്ല, ഈ പുസ്തകം എന്താ വിചാരിക്കാന്ന് വെച്ചാൽ ഒരാൾ അവിടെ ഇരുന്ന് മാറി വേണ്ടി ഉള്ള അവിടെ ഇരുന്നു, എന്ത് കാര്യമുണ്ട്? ഞാൻ വിചാരിക്കാണ് ഈ വണ്ടി മേലെ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ ആരെ കമ്മിറ്റിക്കാരെന്തേലും പറയാ ഞാൻ അത് പറഞ്ഞാലോ, അതുകൊണ്ട് എനിക്കും കാര്യമല്ല. നേരെ മറിച്ച് ഞാനത് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? മനിത്തബഅ الذിക്റ വഖശിയ الرحمن. ഒന്നാമത് ഈ നസീഹത്തിന്റെ മജ്ലിസുകൾ വേണം, അതിന് ഞാൻ തയ്യാറാകണം. അത് കേൾക്കാൻ ആളുകൾ വേണം. വഖശിയ الرحمن, അത് ചെയ്യുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. റഹ്മാനായ റബ്ബിന്റെ ഭയം, അവനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. മാത്രമല്ല
ആ ആയത്തിന്റെ ബാക്കിയിൽ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, ബിൽ ഗൈബ് എന്ന് ഖുർആനിന്റെ പലയിടങ്ങളിലും അല്ലാഹ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാഹനെ ഭയപ്പെടുന്ന കാര്യം പറയുമ്പോ അതിനോട് ചേർത്ത് ബിൽ ഗൈബ് എന്ന് അല്ലാഹു തആല പലയിടങ്ങളിലും സൂറത്തു തബാറക അടക്കമുള്ള പല സൂറത്തുകളിലും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഖൽബ് എന്ന് പറയാനുള്ള കാരണം ഖുർആനിന്റെ പല ഭാഗത്തേക്കും പോയതുപോലെ ഒരുപാട് അങ്ങോട്ട് പോകാനുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. പല സൂറത്തുകളിലും ഒരു അരഡസനോളം ഭാഗങ്ങളിൽ ബിൽ ഗൈബ്, ഖശിയുടെ കൂടെ ബിൽ ഗൈബ് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അതാണ് ഞാൻ പറയുന്നത്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അവിടെ മുഫസ്സിരീങ്ങൾ ഒരു പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഞാൻ പറയുകയാണ്. ഒന്നാമത്തത് വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യനായ അല്ലാഹുവിൽ നമ്മൾ ഭയപ്പെടണം. അല്ലാഹുവിനെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണണമെന്നില്ല, ഇവിടുന്ന് കാണാനും കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ മറഞ്ഞവനായ അല്ലാഹുവിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്തേത് നമുക്ക് താക്കീത് നൽകിയ ശിക്ഷകള്, സ്വർഗം നരകത്തെ നമ്മൾ കണ്ടിട്ടില്ല, കിട്ടാൻ പോകുന്ന പ്രതിഫലം സ്വർഗത്തെ കണ്ടിട്ടില്ല, ഈ ഖബറിൽ ആരും പോയവരാരും തിരിച്ചു വന്നിട്ടില്ല, അവിടെയുള്ള അദാബുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഗൈബിയാണ്, നമ്മൾ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അതിൽ വിശ്വസിക്കണം, എന്നിട്ട് അല്ലാഹനെ ഭയപ്പെടണം. മൂന്നാമത്തെ ഒരർത്ഥം കൂടെ പറയാം. രഹസ്യമായ കാര്യങ്ങളിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ വഖശിയർ റഹ്മാൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം. ബിൽ ഗൈബ്, നമ്മുടെ രഹസ്യങ്ങളിൽ, നമ്മുടെ ജനങ്ങളിൽ നിന്നും മറഞ്ഞ വിഷയങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെടുക. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലവരാകാൻ കഴിയൂ. ജനങ്ങളുടെ മുമ്പിൽ നല്ലവരാണ്, മാന്യനാണ്, പക്ഷേ അവരുടെ ഇടയിൽ നിന്ന് മാറിയാൽ അവൻ താൻ തോന്നിയാണ്, അവന് രക്ഷപ്പെടാനാകൂല. അതുകൊണ്ടല്ലേ ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിന്റെ രഹസ്യ ജീവിതത്തിൽ, നിന്റെ ആരാധനകളിൽ അല്ലാഹ് എന്ന വിചാരം നിനക്ക് വേണം മോനെ. നീ നിസ്കരിക്കുന്ന സമയത്ത് ചിന്തയങ്ങനെയാകണം, എന്നെ ഒരാൾ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ, എന്നെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ, പിന്നെ എന്റെ പക്കൽ നിന്നൊരു തെറ്റും ഒന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവനല്ലേ ഞാൻ. എന്നതുപോലെ നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അല്ലാഹു നമ്മെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാഹു ഇബാദത്ത് ചെയ്യുമ്പോൾ വഇല്ലം തകുൻ തറാഹു, നീ ചിലപ്പോൾ അല്ലാഹനെ കാണുന്നുണ്ടാകൂല, പക്ഷെ അല്ലാഹ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫഇന്നഹു യറാക, നിന്നെ അല്ലാഹ് നോക്കുന്നുണ്ട് മോനെ. അതുകൊണ്ട് നിസ്കാരത്തിലായാലും മറ്റു ഇബാദത്തുകളിലായാലും നീ നല്ല പോലെ ജീവിച്ചാൽ, അമലുകൾ ചെയ്താലേ നമ്മൾ നല്ലവരായി തീരുകയുള്ളൂ. കാണേണ്ടതാണ് നമ്മൾ കാണേണ്ടത്, കേൾക്കേണ്ടതാണ് നമ്മൾ കേൾക്കേണ്ടത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴും മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർഉദ്ദായിൽ പറഞ്ഞില്ലേ, ആമു വസമ്മു ഫഇലാനുൽ ബശായിരി ലം തുസ്മഅ വബാരിഖത്തുൽ ഇൻദാരി ലം തുശമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കാണുന്നതൊക്കെ നല്ല കണ്ണുകൊണ്ട് കാണണം. അബൂജഹൽ മുത്തുനബിനെ കണ്ടിട്ടില്ല. മുഹമ്മദ് എന്ന അബ്ദുള്ളയുടെയും ആമിനായുടെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ മകനായ മുഹമ്മദിനെ കണ്ടിട്ടുള്ളൂ. റസൂലുള്ളാഹിയായ മുത്തുനബി തങ്ങൾ എന്ന നിലക്ക് നോക്കിയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, കാണുന്ന കണ്ണ് കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം. വിമർശനാത്മകമായ ചിന്ത കൊണ്ട് ഒരാളെയും നോക്കരുത്, ഒരാളുടെ വാക്കും നമ്മൾ കേൾക്കരുത്, ഒരാളെയും നമ്മൾ അങ്ങനെ വിലയിരുത്തി പോകരുത്. അവന് നല്ലതേ ഉള്ളൂ എന്ന ചിന്തയാണ് വെക്കേണ്ടത് എന്നാണ് സൂറത്തു യാസീനിന്റെ തുടക്കത്തിലുള്ള ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു തആല അങ്ങനെ തഖ്വയോടെ ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ ഒരുപാട് പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും